നമസ്തേ. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള റീഡിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, മാം ഡെയിലി ഗൈഡൻസ് ഇടുമോ? അതായത് ഡെയിലി നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, അങ്ങനെയുള്ള രീതിക്കുള്ള ഗൈഡൻസ് ഒക്കെ ഇടുമോ? റിലേഷൻഷിപ്പിൽ ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിക്കൊക്കെ ഗൈഡൻസ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പൊതുവെ നമ്മളങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒത്തിരി തവണ എല്ലാവരും ചോദിച്ചു റിക്വസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡേ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇന്നത്തെ ദിവസം, അങ്ങനെയുള്ള. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലേ കാര്യമുള്ളൂ. സോ അപ്പം ഞാൻ അങ്ങനെ എന്നാൽ ഇന്നോട്ടെന്ന് നമുക്ക് ഡെയിലി ഗൈഡൻസിൽ നിങ്ങളുടെ ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഇടുന്നുണ്ടാവും കേട്ടോ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിന് എങ്ങനെയായിരിക്കും? പ്ലീസ് ഗൈഡ് മീ. ഓവറോൾ റിലേഷൻഷിപ്പ്, കരിയർ, ഫിനാൻസ് എല്ലാം പ്ലീസ് ഗൈഡ് മീ. ഇന്നത്തെ ദിവസം എങ്ങനെയുള്ളതായിരിക്കും? Okay, thank you so much. Thank you. Thank you, universe. Thank you, divine. Thank you, universe. Thank you so much. Thank you so much. Thank you. Okay. Thank you. See. Okay. 2 times ആ ഒരു കാർഡ് വന്നിട്ടുണ്ടല്ലോ. ഫോർ സം ഓഫ് യു എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, കുറച്ച് പേര് ഭയങ്കരമായിട്ടും ബോൾഡായിട്ടുള്ളൊരു എനർജിയിലായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു സ്ട്രെങ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി നിങ്ങൾ അത്രയും നൈറ്റൊക്കെ ഫുള്ളും അല്ലെങ്കിൽ നിങ്ങൾ ഇതിനുള്ള പ്രീവിയസ് ഡേയ്സിലൊക്കെ നിങ്ങൾ ശരിക്കും വളരെ ഡിസപ്പോയിൻമെൻറ്റിലും അല്ലെങ്കിൽ വല്ലാത്തൊരു ആൻസൈറ്റിയിലും ഡിപ്രഷനിലും ഒക്കെ ഇരുന്നിട്ടുള്ള ആളുകളായിരിക്കാം. അത്രയധികം ലോസസിൽ അല്ലെങ്കിൽ ക്രൈസിസിൽ ഇരുന്നിട്ടുണ്ട് ആ ഒരു ടൈം ആയിരിക്കാം നിങ്ങളുടെ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഉഷാറൊക്കെ വന്നിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ഹൈലി എനർജറ്റിക് ആയിട്ട് മാറി. നിങ്ങൾ ഹൈലി എനർജറ്റിക് ആയിട്ട് എനിക്കിന്ന കാര്യങ്ങൾ ചെയ്യണം, എനിക്കിന്ന കാര്യങ്ങൾ എന്താ പറയുക, എനിക്കിത് നേടിയെടുക്കണം, ഇന്ന കാര്യങ്ങളിൽ എനിക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മേ ബി നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നുണ്ടാവും, ഇനി ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിരിക്കും, ബോൾഡ് ആയിരിക്കും. കാരണം ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ നേടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ നന്നായി എന്നുള്ള രീതിക്ക് നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ താങ്ക് യു പറയുന്നുണ്ടാവും. ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും സ്ട്രോങ് ആവില്ലായിരുന്നു. അപ്പോൾ ഒരു പഴയ ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഇന്ന് എത്രമാത്രം സ്ട്രോങ് ആണ്, എത്രമാത്രം എന്താ പറയുക, എല്ലാ പ്രശ്നത്തിനെയും ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പവർ എനിക്കുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ചാൻസസ് ഇവിടെയുണ്ട്. എനിക്കതിവിടെ സെൻസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട് കേട്ടോ. സോ അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിലേക്ക് ഐ തിങ്ക് ഫോർ സം ഓഫ് യു റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് ഞാൻ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണോ, ഈ ഒരു വ്യക്തിക്കൊരു പ്രൊപ്പോസൽ കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഓർത്തോർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളും മേ ബി ഈ ഒരു റീഡിങ് കാണുന്നുണ്ടാവാം. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഫേവറിലാണ് ഈ ഒരു ടൈമിൽ ഈ സമയമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്രഷിനോട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൊടുത്തോളൂ കേട്ടോ. അതിൽ കുഴപ്പമൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നുമില്ല. ബിക്കോസ് ഈ ഒരു കണക്ഷനിൽ ഇതിങ്ങനെ സംഭവിക്കണത് എന്നുള്ളത് ഓൾറെഡി റിട്ടേൺ ആണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷനിലാണെങ്കിലും ഇപ്പം നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ്, അത് നിങ്ങളുടെ ഓവറോൾ എനർജീസിൽ ഇപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ഇങ്ങനെ ഒരു എൻഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കണം, അതിൽ നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടാവണം, നിങ്ങളത് ഹീൽ ചെയ്യണം, നിങ്ങളതിൽ നിന്ന് സ്ട്രോങ് ആവണം. ഓരോ ചാലഞ്ചസ് നമ്മൾ പറയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ വരുന്നതെന്ന്.
ശരിയായിട്ടുള്ള കാര്യമാണ്. ഓരോ ചാലഞ്ചസും നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോങ് ആയിട്ട് ഇന്നർ സ്ട്രെങ്തിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇത്രയും ന്യൂ വേർഷനായിട്ട് മാറിയിട്ടുള്ളത്, ഒരു ന്യൂ എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. സോ അതായിരുന്നു യൂണിവേഴ്സും ആഗ്രഹിച്ചിട്ടുള്ളത്, ആ ഒരു എനർജീസ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഓർത്തിട്ട് നിങ്ങൾ ഡൗൺ ആവേണ്ട. നിങ്ങളുടെ റിലേഷനിലാണെങ്കിലും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി, എൻഡിങ്സ് സംഭവിച്ചു. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നിങ്ങളുടെ ഫേവറിലാണ് ടൈം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സവർ എനർജീസ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ എനിക്ക് ഈ ഒരു ടൈമിൽ വെള്ളാണ്ട് ഹീലിങ്ങിൽ ഫോക്കസ്ഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും നാളില്ലാത്ത ഒരു ഹോപ്പ് അത് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എല്ലാം ലോസ്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു, പക്ഷെ എന്നാലും എനിക്ക് എവിടെയോ ഒരു ഹോപ്പ് ഇന്നുണ്ട് എന്നുള്ളൊരു തോട്ട്സ്, അങ്ങനെ എന്തെങ്കിലും സയൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും തോട്ട്സുകളോ നിങ്ങളുടെ മൈൻഡിൽ വന്ന് നിങ്ങൾ ആ ഒരു ഹോപ്പിൽ പിടിച്ച് മുന്നോട്ടേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ കാണുന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ ദിവസം എല്ലാ കാര്യത്തിലും നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനാണെങ്കിലും പ്രപ്പോസൽ കൊടുക്കാനാണെങ്കിലും കൃഷ്ണനോട് നിങ്ങളുടെ ഇഷ്ടമൊക്കെ തുറന്ന് പറയാനൊക്കെ ആണെങ്കിലും അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഫേവറിലായിരിക്കും കാര്യങ്ങൾ വരുന്നുണ്ടാവുക. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോയി നിങ്ങൾ തുറന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സഡൻലി ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല മേ ബി. പക്ഷെ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഭാരം നിങ്ങൾക്ക് ഒഴിവാക്കി പക്ഷെ അത് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു സക്സസ് ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു ഗിവറായിട്ട് തന്നെ ഇരിക്കാനാണ് പറയുന്നുള്ളത്. സോ ടേക്കർ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കാതെ ഫോർ സം ഓഫ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിവാശിയിലിരിക്കുകയാണ്. ലൈക്ക് എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു എനർജിയിലൊക്കെ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. അപ്പം മേ ബി അതൊരു ഫെമിന എനർജി ആവാം, മേ ബി. അല്ലെങ്കിൽ നിങ്ങൾ വോട്ടോവർ നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ച് ആണെങ്കിൽ ഓക്കെ. എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു ഫെമിന എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഫോർ സം ഓഫ് എനിക്കൊന്നും ഇവിടെ വിഡോ ആയിട്ടുള്ള ആരോ റീഡിങ്സ് കാണുന്നുണ്ട്. അവരേതൊരു റിലേഷൻഷിപ്പിനാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാവാം ഇവിടെ ഈക്വൽ ഗിവൻ്റേക്ക് വേണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ഒത്തിരി അധികം, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു ഈക്വൽ ഗിവൻ്റേക്ക് തരുന്നില്ല. ഈ ഒരു ടൈമിൽ നിങ്ങളൊരു ഡിസിഷൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു എനർജി ആണെങ്കിൽ നിങ്ങളുടെ ഫേവറിലാണ്. ഈ ഒരു ടൈം നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫേവറിലാണ്. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു എനർജിയിൽ. ബിക്കോസ് നല്ലൊരു എനർജിയാണ്. ഫോർ സം ഓഫ് യു വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വൺസ് ഓപ്പൺ എന്നുള്ളൊരു എനർജിയിൽ വരാൻ പോവുകയാണ്. വാട്സപ്പിലൊക്കെ വൺസ് ഓപ്പൺ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഓപ്ഷൻ, പെട്ടെന്ന് എന്താ പറയുക, ഒരു ചിലർക്കൊക്കെ പെട്ടെന്നൊരു ഹീലിംഗ് വന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹോപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാരേജ് പ്രപ്പോസൽ വരുന്നു, പെട്ടെന്ന് പോകുന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു പെട്ടെന്നൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ തരുന്നു, പെട്ടെന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽസ് ആൾ ക്യാൻസൽ ചെയ്യൽ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. സോ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ റെയർ കേസസ് ആണ്. അത് ആർക്കും ഒരു സ്പെസിഫിക് മെസ്സേജസും കൂടിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെ അടുത്തുനിന്ന് കോൺടാക്റ്റിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾ കോൺടാക്റ്റ് ചെയ്യും, മെസ്സേജ് അയക്കും, മെസ്സേജ് അയച്ചിട്ട് അന്നേരം തന്നെ അതുപോലെ തന്നെ പോകുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ഇപ്പോൾ മാരേജിന് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രപ്പോസൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഡെസ്റ്റൈൻഡ് ആണ് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ അവരുടെ ഫാമിലി, നിങ്ങളുടെ സെയിം റിലീജിയൻ ഫാമിലി വിത്തിൻ 6 മന്ത് ഈ ഒരു പ്രപ്പോസൽ വന്നിട്ട് വിത്തിൻ 6 മന്തിനുള്ളിൽ ഈ ഒരു പ്രപ്പോസൽ മാരേജിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഡിസൈർഡ് പേഴ്സൻ്റെ അടുത്തുനിന്ന് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി പ്രപ്പോസലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ലൈക്ക് അവരുടെ സൊസൈറ്റി ഫാമിലി ഒക്കെ എഗ്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇന്നത്തെ ഒരു ദിവസം വിതിൻ ദ 6 hours അല്ലെങ്കിൽ 6 daysനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഫാമിലിയായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മേ ബി അവർ ട്രഡീഷണൽ പീപ്പിൾസ് ആയിരിക്കാം, ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തിക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടാവാം. സ്റ്റിൽ നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ടാണ് പോകുന്നുള്ളത്. ബിക്കോസ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ യുണീക്കാണ് എന്നാണ് അവർ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, എല്ലാ ഓഫേഴ്സിനെ കഴിഞ്ഞും കൂടുതൽ യുണീക്ക് നിങ്ങളാണ് എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. അതിലാണ് ഒരു പ്രപ്പോസൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നുള്ളത്. ഓക്കെ, ലൈറ്റ് ഇഷ്യൂസ് നല്ല രീതിക്കുണ്ട് കേട്ടോ. ഞാൻ എല്ലാ റൂമും ക്ലോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പട്ടിയെല്ലാം വന്ന് കയറി ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് അതുകൊണ്ട് ഫുൾ ഡാർക്ക്നെസ് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി.
ഫോർ സം ഓഫ് യു വളരെ റെയർ ആയിട്ടുള്ള കേസസിന് ഇന്നത്തെ ദിവസം നിങ്ങൾ എത്രയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിച്ചാൽ, എത്രയൊക്കെ ബോൾഡായിട്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്തൊരവസ്ഥ. ചില സമയം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചില സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കും, പെട്ടെന്ന് തന്നെ കുറേ ഓവർ തിങ്കിങ്സ് നിങ്ങൾക്ക് വന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അത് പോകുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ നിങ്ങളൊരു മൈൻഡ് യൂസ് ചെയ്തൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഹേർട്ട് അതിനെ എഗ്രി ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹേർട്ട് അതിനെ എഗ്രി ചെയ്യുന്നുണ്ടാവില്ല. സോ ആ എനർജി അതിൽ നിങ്ങൾ കുറച്ചിങ്ങനെ ചുറ്റി നിൽക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് പിന്നെ നിങ്ങൾ ഓവറോൾ എനർജീസ് കുറച്ച് നേരം അങ്ങനെ ഒരു തോട്ട്സ് വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വീണ്ടും ഓക്കെ ആവും, വീണ്ടും നിങ്ങൾ ബാലൻസിലേക്ക് വരും. ഗൈഡൻസ് പ്ലീസ്. ഇന്നത്തെ ദിവസം എൻ്റെ വ്യൂവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ടൈമിൽ ഒത്തിരിയധികം ചേഞ്ചസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇവിടെ നല്ലൊരു മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മാരേജ് ഒന്നും വരുന്നില്ല, മാരേജ് പക്ഷെ നോക്കുന്നുണ്ട്. ആ ഒരു എനർജിയിലൊക്കെ നിൽക്കുകയാണ്. വിത്തിൻ്റെ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. വിത്തിൻ്റെ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാരേജ് നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരും 6 മന്തിനുള്ളിൽ. വിത്തിൻ്റെ 6 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മാരേജ് നടക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എനർജീസ് ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, 2 സിറ്റുവേഷൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യണോ അതോ അത് ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തേക്ക് യൂണിവേഴ്സ് പറയുന്നുള്ളത് ദർ ഈസ് സംതിങ് ബെറ്റർ. ഇതിലും ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഹാങ് ഔട്ട് ചെയ്ത് നിൽക്കേണ്ട, ഇതിലേക്ക് ഹാങ് ആയിട്ട് നിൽക്കേണ്ട, ഹാങ്ഡ് മാൻ എന്നുള്ള രീതിക്ക് നിൽക്കേണ്ട എന്നാണ് മെയിനായിട്ട് യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുള്ളത്. സോ എന്താണോ ഇപ്പോൾ സംഭവിക്കുന്നത് ആക്ച്വലി അത് സംഭവിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ സംഭവിക്കാനായിട്ട് അനുവദിക്കുക. നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മേ ബി അത് ഫൈനാൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻസ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഗൈഡൻസ് എടുക്കുക. ദർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിലും കൂടുതലാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം തരാത്തതെന്നുള്ളൊരു ഗൈഡൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, മുന്നോട്ടുള്ള ടൈമിൽ ഇവിടെ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ടാവും. സോ ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ടും നിങ്ങളതിൽ സക്സസ് ഉണ്ടാകുമോ, അതിൽ കോംപ്രമൈസ് ആകുമോ ഒരു കേസിലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. സോ നിങ്ങൾ റീഡിങ് കാണുന്നുള്ളത്. സോ അങ്ങനെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, പെട്ടെന്ന് അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സക്സസ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കോംപ്രമൈസ് വേണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കോംപ്രമൈസായി നിങ്ങളുടെ ഫേവറിൽ വരാനായിട്ട് പോവുകയാണ്. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളെന്തെങ്കിലും ജോബിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, ഇത് നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്കമിങ് ബ്ലെസ്സിങ്സ് പോലെ നിങ്ങളുടെ ഡെസ്റ്റിനിൽ എഴുതിയിട്ടുണ്ടെന്നാണ് മെയിനായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. സോ എക്സാം എഴുതിയിട്ട് ഞാൻ ജയിക്കുമോ, ഞാൻ തോറ്റു പോകുമോ, എനിക്ക് കിട്ടുമോ, ഞാൻ ഇത്ര എഫേർട്ട് എടുത്തല്ലേ, അങ്ങനെയുള്ള 100 ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടും, മസ്റ്റായിട്ട് അത് കിട്ടും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, ഇന്നർ സ്ട്രെങ്തിലിരിക്കുക. സോ നന്നായിട്ട് പഠിക്കുക. ആ ഒരു ഗൈഡൻസും എനിക്കിവിടെ തരാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗൈഡൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടും നമ്മളിന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണലി. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു.